ആൻഡ്രൂ. JSKയിലെ ജാനകിക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജാനകി നീതി ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ ദിവസം വരുമ്പോൾ ദയനീയമായി തുടരുകയാണ്. നമ്മൾ ഈ എമ്പുരാൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. എവിടെ ED-യിലാണ് പോയി നിന്നത് അവസാനം, അല്ലേ? എത്രയോ ബഹളങ്ങളും എത്രയോ കട്ടുകളും നമ്മൾ കണ്ടു. ഒരു സിനിമ നമ്മളിപ്പം സിനിമ മാത്രമാക്കണ്ട, നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നമ്മൾ ആരോടെയും ചോദിക്കുമോ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ്, നമ്മൾക്ക് എന്താണോ പറയാൻ താല്പര്യമുള്ളത് അത് നമ്മൾ പറയുക എന്നുള്ളതാണ്. അതിന് കട്ടിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും കട്ടിടുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ മോശമായ അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട്, എത്ര വൃത്തിയായിട്ട അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട്, സമൂഹത്തിന് ഗുണവും ദോഷവുമായ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും കട്ടിടാൻ കഴിയുന്നില്ലല്ലോ. കട്ടിടാൻ കഴിയുന്ന എവിടെയാണ്? സിനിമയിലാണ്. അത് വ്യവസായത്തിലാണ് കട്ടിടാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സിനിമയിൽ മാത്രം വ്യവസായത്തിന് കട്ടിടാൻ കഴിയുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് പല ഘടകങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ സ്മൃതി മാഡം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താണ്? നിങ്ങളിൽ ഒതുങ്ങും ആ സാധനം, നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ സ്വന്തക്കാരായ ആൾക്കാരിൽ ഒതുങ്ങും. നിങ്ങളുടെ വലിപ്പം എത്രയുണ്ടോ അത്രയും സംവിധാനത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒതുങ്ങും എന്നുള്ളതുകൊണ്ടാണ്. അവിടെ കട്ടിട്ടിട്ട് ലിമിറ്റില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിപ്പം അത്രയാണ് എന്നുള്ളത് അവർക്കറിയാം. കേസെടുക്കും. അല്ല, നമ്മൾ പറയുന്ന ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിലാണല്ലോ അതിന് കേസെടുക്കുന്നത്. ഇനി സിനിമയിലേക്ക് വന്നാൽ എന്താ? സിനിമ എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ചാണ്. ഇത് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം, വലിയ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെയാണ് സിനിമേനെ കണ്ടെത്തിയത്. അതുകൊണ്ട് എന്താ, അത് ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് സിനിമയിൽ ഭാഗമാകുന്നതെല്ലാം ഒരു സെൻസർ ബോർഡിനെ വെച്ച് സെൻസ് ചെയ്തിട്ട് അയ്യോ ഇത് കട്ട് ചെയ്യേണ്ട സാധനമാണ്, ഇത് ദൈവത്തിൻ്റെ പേരാണ്, ഇത് രാഷ്ട്രീയക്കാരുടെമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്, ഇത് എന്നെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിലാക്കും, ഇതെന്നെ മതപരമായി ബുദ്ധിമുട്ടിലാക്കും, അങ്ങനെയുണ്ട്, ഇതൊന്നും വേണ്ട എന്നങ്ങ് നിശ്ചയിക്കുകയാണ്. ഇത് ആരാണ് നിശ്ചയിക്കുന്നത്? അതും എല്ലാം ഈ പൊതു രാഷ്ട്രീയക്കാരെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സംഘടന ആൾക്കാരെയാണല്ലോ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ തീരുമാനിച്ചൊക്കെ നടപ്പിലാക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ്? രാജാവിനേക്കാളും വലിയ രാജഭക്തി ഈ കാണുന്ന ആൾക്കാരെല്ലാം ചെയ്യുകയാണ്. ഈ സിനിമയിൽ എന്താണ്? ജൂൺ 12 സെൻസർ ബോർഡിന് അനുമതിക്ക് വേണ്ടി സമർപ്പിക്കുന്നു സിനിമ. സെൻസർ ബോർഡിൻ്റെ എല്ലാ അംഗങ്ങളും സിനിമ കാണുന്നു. കണ്ടതിന് ശേഷം എന്താ? ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. അതിന് മറുപടിയില്ല, അതിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ഇവർ ജൂൺ 27 ഫിലിം റിലീസിന് വെച്ചിരിക്കുകയാണ്. അവരുടെ മുന്നിൽ എന്താ മാർഗം? അവരുടെ മുമ്പിൽ അപ്പീൽ അതോറിറ്റിയിൽ അല്ലെങ്കിൽ അതിന് മുൻപുള്ള റിവൈസ് കമ്മിറ്റിയിൽ കൊണ്ട് സിനിമ കൊടുക്കുകയാണ്. ഇവരെങ്കിലും കണ്ടിട്ട് അവരുടെ ഭാഗത്തൊന്നും മിണ്ടാട്ടമില്ല. അപ്പോൾ എന്താണ്? മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ 27 പൈസ മുടക്കി കാത്തിരിക്കുന്ന പ്രൊഡ്യൂസറുടെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോകുമ്പം ഞാൻ വിചാരിച്ച എന്താ പറയുക, ഫസ്റ്റത്തെ ദിവസം തന്നെ ഇതെടുത്ത് വലിച്ചെറിയുന്നതാണ് വിചാരിച്ചു. ഫസ്റ്റത്തെ ദിവസം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്തു പറയും, ഇതൊന്നും ഈ നാട്ടിൽ നടക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അവിടെ കോംപ്രമൈസ് വരികയാണ്. ഒരു കോടതിയിൽ സംഭവിക്കുന്നത് കോംപ്രമൈസിലേക്ക് വരികയാണ്. അപ്പം അത് എന്ത് സന്ദേശം കൊടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്. എന്താണ്? നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. അവരുടെ കുടുംബം വിറ്റിട്ടായിരിക്കും ഈ പറയുന്ന സിനിമ എടുത്തിട്ടുണ്ടാവുക. അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും സിനിമ എടുത്തിട്ടുണ്ടാവുക. ഓരോ ദിവസം ലോണും ബാധ്യതയിലും നടക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുന്നോട്ട് പോയാൽ കിടന്നുറങ്ങാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വരും. എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. ഈ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരെ മനസ്സിൽ ചൊരുക്കൂട്ടിയെടുത്ത ഒരു സംഭവം, ഒരു കഥാകൃത്തിനെ സംബന്ധിച്ച ഒരു സംഭവം, അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു സിനിമയായി പ്രദർശിപ്പിക്കാം എന്ന ആഗ്രഹത്തോടെ നിൽക്കുന്നു. എല്ലാത്തിനും കട്ട് വീണു. എന്തിനാണ് കെട്ടുവിടുന്നത്? അവിടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായി. അവിടെ പേര് മാറ്റാമെന്ന് പറയുന്നു. അതുപോലെ അതിലേക്ക് രംഗങ്ങൾ മ്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. അതോടുകൂടി അത് കഴിഞ്ഞില്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നടക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയങ്ങളിലാണ് ഞാൻ പറയുന്നത്, ഓരോ സമയങ്ങളിലാണ്. ഇപ്പം നേരത്തെ ജിമ്മി സാർ പറഞ്ഞു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദി ഭൂമിയിലൊക്കെ ഇത് നടക്കുന്നുണ്ടാവാം. പക്ഷേ അത് നേരത്തെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലല്ലേ ഇപ്പോൾ വരുന്നത് എന്ന് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാരണം എന്താണെന്നറിയോ? നമ്മുടെ സമൂഹം അത്രയധികം ഇതിനോടൊക്കെ പ്രതികരിച്ചിരിക്കുന്ന സമൂഹമാണ്. വളരെ കാലങ്ങളായി ഇപ്പോൾ കാണുന്നറിയോ, പ്രതികരണശേഷി കുറഞ്ഞ് വരികയാണ് ഓരോ സമയം. ഇനി അങ്ങോട്ട് ഇതിൻ്റെ കുത്തൊഴുക്കായിരിക്കുമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറ്റതിനകത്ത് ഇപ്പോൾ ഇനി നമ്മളിങ്ങനെ ഒരു ജാനകി എന്ന് പേരിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെക്കുക. നിങ്ങളുടെ സെൻസർ ബോർഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സെൻസർ ബോർഡ് ചോദിക്കാൻ ചോദ്യം എന്തറിയോ? നിങ്ങൾക്ക് മറ്റേ അനുഭവം അറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് എമ്പുരാൻ്റെ അനുഭവം അറിയില്ലേ? നിങ്ങൾ എന്തിനാ ഇത്രയും പൈസ മുടക്കി പിന്നെ ഇത് ചെയ്തതെന്ന് ചോദിക്കും. അതോടുകൂടി അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡോക്യുമെൻ്റ് വേറെയാണ്. ജാനകിക്ക് വേണ്ടി കോടതിയിൽ പോയിട്ട് ഓർഡർ കിട്ടിയില്ല. അവിടെ കോംപ്രമൈസ് ആക്കേണ്ടി വന്നു. അവിടെ എന്താണ്? കോടതിയിലും അതിന് ബാക്ക് ഡോക്യുമെൻ്റായി. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പിന്നോട്ട് പോയി എന്തായും ഇതിൻ്റെയൊക്കെ മുൻപിൽ പോയി നിൽക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മാർഗ്ഗം ഇതിനൊക്കെ ഉള്ളൂ, ഫൈറ്റ് ചെയ്യുക.
ആ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും മുതലാളിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരിക്കലും മുതലാളിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അദ്ദേഹത്തെ കൊടുക്കാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ ആവിഷ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് മുഴുവൻ പ്രതികരിക്കാൻ പറ്റും. അവർക്കനുസരിച്ച് എഴുത്തുകാർക്ക് മുഴുവൻ പ്രതികരിക്കാൻ പറ്റും. അവർക്ക് ഡയറക്ടർമാർക്ക് മുഴുവൻ പ്രൊഡ്യൂസർക്ക് എത്ര ശതമാനം പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ബാക്കി എല്ലാവരും അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രതികരിക്കാതെ നമ്മളെല്ലാം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും മുന്നോട്ട് നമുക്കത് ഏത് വരെ നമ്മൾ പിന്നോട്ട് ഓടും, ഏത് ശൈലി വരെ പിന്നോട്ട് ഓടും നമ്മൾ. ഇതിന് ഒരു പരിധി വേണ്ടേ പിന്നോട്ട് ഓടുന്നതിന്. അപ്പം ഇതിനൊക്കെ പ്രതികരിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ സംഘടനകളെ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഒരു സംഘടന കുറേ ദിവസങ്ങൾ FFK അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക സംഘടനകളും ഇതിനെ സിനിമാ സംഘടനകളും ഇത് വലിയ മൂവ്മെൻ്റാണിത്. ഇതിനെ പിന്നോട്ട് പോരുതെന്നേ, ഇതിനൊക്കെ പിന്നോട്ട് പോരുത്. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇതിന്ന് കട്ട് ചെയ്തിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കണം നമ്മൾ. ഇതൊരു സിനിമയുടെ കാര്യമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ സമൂഹത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണല്ലോ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിന്നോട്ട് പോവുക എന്നുള്ളതല്ല. നാളെ രാവിലെ നിങ്ങളുടെ പേരുകളെല്ലാം മാറ്റണമെന്ന് ഒരു തിട്ടൂരം വന്നാൽ നമ്മളെല്ലാം മാറ്റുമോ? ഇപ്പോൾ സുജിയ പാർവതി ഇവിടെ ഇരിക്കുന്നു, നാളെ സുജിയ പാർവതിയോട് പറയാം പാർവതി ഇല്ലാതെ പറയാം സുജിയില്ല, പിന്നെ ഉണ്ടോ? സുജയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം എന്താണ്, നമ്മൾ എന്താണോ നിൽക്കുന്നത്, നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമ്മൾ ഏത് രീതിയിലാണ് ജനിച്ചു വളർന്നത്, അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ്. അത് സിനിമയായാലും കൊള്ള, ആവിഷ്കാരെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നമ്മൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി പ്രകടിപ്പിക്കാന്നേ. എനിക്കിതാ പരാതിയുണ്ട്, പരാതി പ്രവർത്തിക്കുക. അത് കോടതി നോക്കി അവർക്കതിന് തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇതെന്താണ് സംഭവിക്കുന്നത്, ഇവർ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുകയാണ്. പല കാര്യങ്ങളിലും ഏകപക്ഷീയമായി തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഇനി ഭീഷണിയാണ്, പിന്നെ ഭീഷണിയാണ്. ആ ഭീഷണീനെ മുമ്പിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ മലയാളി അല്ലാതാവും എന്നുള്ളതാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടം ഇന്ന് ഇന്ത്യയിൽ സമര നേതാട് പണിമുടക്ക് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പണിമുടക്ക് നടക്കുന്നത് ചില ആൾക്കാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷേ ചില ആൾക്കാർക്ക് അതിന് ബുദ്ധിമുട്ടില്ല. ചില ആൾക്കാരുടെ ബുദ്ധിമുട്ട് പോലും ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിമുടക്ക് നടത്തുന്നത്. എന്തിനാ? സമരം ചെയ്തിട്ടാണ്. ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് സമരം ചെയ്തിട്ടാണ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന എന്തിനാണ്? ശക്തമായി പ്രതികരിച്ചിട്ടാണ്. ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോരെന്നുള്ളതാണ്. ഈ കാര്യത്തിനകത്ത് കോംപ്രമൈസ് ഞാൻ വിചാരിച്ചതല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഇതിന് മുൻപ് മീറ്റ് ജഡ്ജസിൽ പറഞ്ഞാണല്ലോ, അത് കോംപ്രമൈസ് ആവില്ല. കോടതിയിൽ ചെല്ലുന്നതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുന്നു. കോടതിയിൽ കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് സത്യം പറഞ്ഞ ഒരവസ്ഥ മനസ്സിലാക്കുകയാണ്. ആ പ്രൊഡ്യൂസറുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ നമ്മുടെ വക്കീലിൻ്റെ പ്രൊഡ്യൂസറുടെ വക്കീലിൻ്റെ ബൈറ്റ് കാണുകയായിരുന്നു, ഹാരിസ് ബീരാൻ്റെ. MP കൂടിയാണ് അദ്ദേഹം, അല്ലേ? MP ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു നിഷ്കളങ്കത തോന്നുകയാണ്. എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ നാട്ടിൽ? അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് നിയമപരമായി മുന്നോട്ട് പോയ കേസ് ജയിക്കാൻ പറ്റും, പക്ഷേ അതിനുള്ള സമയം കൊടുക്കുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ, 27-ാം തീയതി റിലീസ് ചെയ്ത പടം ഇത്ര 8-ാം തീയതി ആയില്ലേ? ഇത്ര 9-ആം തീയതി വരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ജനങ്ങളെ സംബന്ധിച്ചോളം. അത് കഴിഞ്ഞാൽ പിന്നെയും കോടതികളുണ്ട്. അതെ, ഈ സെൻസർ ബോർഡ് ബുദ്ധിമുട്ടിക്കുന്നേ, മാക്സിമം ബുദ്ധിമുട്ടിച്ച് ആ കമ്പനീനെ പൂട്ടിച്ച് ആ പ്രൊഡ്യൂസറുടെ അവസ്ഥ ദയനീയമാക്കും. അതിനുശേഷം എന്ത് ചെയ്യും? എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കൊടുത്താൽ വരെ അതുവരെ നിൽക്കാനുള്ള ശേഷി ഇദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. അപ്പം ഇനിയെങ്കിലും ഇതുപോലെയുള്ള സിനിമകൾ എടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എടുക്കാൻ തയ്യാറാകുകയും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്ന സിനിമാ സംഘടനകൾ ഉണ്ടാവണം. കേരളത്തിൽ എത്ര സിനിമാ സംഘടനകൾ സിനിമ എടുത്തിട്ടുണ്ട്, ഇല്ലേ? ഇനിയും നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നറിയോ? സിനിമാ സംഘടനകൾ സിനിമ എടുക്കാൻ തയ്യാറാകണം. ഇതുപോലെയുള്ള സിനിമാ സംഘടനകൾ എടുക്കണം, കൂട്ടായ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കണം. അതോടുകൂടി മാത്രമേ ഇതിനൊക്കെ നമുക്ക് തൻ്റെ അടുത്തോട് നേരിടാൻ പറ്റുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ സിനിമ എടുക്കാം, FFK സിനിമ എടുക്കാം, അമ്മയ്ക്ക് സിനിമ എടുക്കാം. സിനിമ എടുത്തത് കാണിച്ചു കൊടുക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നടക്കും, അതുപോലെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആർജവം നമ്മുടെ സിനിമാ സംഘടനകൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ ജാനകിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിനകത്ത്. Meet the editors.